ഇന്നിപ്പോൾ വലിയ ചർച്ചയായിട്ടുള്ളത് കേരളം ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരം, കർണാടകം നടത്തിയിട്ടുള്ള സമരം, അതിന് പല സംസ്ഥാന മുഖ്യമന്ത്രിമാർ നൽകിയിട്ടുള്ള പിന്തുണ ഒക്കെയാണ്. അതിന് പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ യൂണിയൻ ഗവൺമെൻറ് നമുക്ക് അർഹതപ്പെട്ട നികുതി വിഹിതം, ഗ്രാൻറ്റുകൾ ഒക്കെ തരുന്നില്ല എന്നതാണ്. വാസ്തവത്തിൽ ഈ കാര്യങ്ങളെല്ലാം കണക്ക് നിരത്തി കേരളം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അതിനെ അവഗണിക്കുകയാണ്. അവരിത് കേരള സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷമാണെങ്കിൽ അവരും അത് തന്നെ പറയുന്നു. ഇപ്പോൾ കർണാടകയിലെ മുഖ്യമന്ത്രിയും അവിടുത്തെ ഉപമുഖ്യമന്ത്രിയും ഒക്കെ അവർ കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. അവർ കേരളത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. സ്റ്റാലിൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഡൽഹിയിലെ, പഞ്ചാബിലെ മുഖ്യമന്ത്രിമാർ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഫറൂഖ് അബ്ദുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നു. പക്ഷേ വി ഡി സതീശനും കെ സുധാകരനും എല്ലാം പറയുന്നത് അങ്ങനെയല്ല, അതൊന്നും അത്ര വലിയ പ്രശ്നമില്ല എന്നാണ്. മാത്യു കോഴൽനാടനെ പോലെയുള്ള MLA-മാർ കണക്കുകൾ നിരത്തി, കണക്കുകൾ ഇൻവെർട്ടഡ് കോമയാണ്, കണക്കുകൾ നിരത്തി യൂണിയൻ ഗവൺമെൻറ് വലിയ തോതിൽ കേരളത്തെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സ്ഥാപിക്കുകയാണ്. നമ്മൾ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പരിശോധിക്കണം. ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്, അവിടെ നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് എന്നാ പറയാം. അതിൽ തന്നെ ഒരു കേന്ദ്രീകരണമുണ്ട്. യഥാർത്ഥത്തിൽ യൂണിയൻ ഗവൺമെൻറ് എന്നാണ് ശരിയായ പ്രയോഗം. ഭരണഘടനയിൽ ഒരു കേന്ദ്രമില്ല, കേന്ദ്ര ഗവൺമെൻറ് ഇല്ല. നമ്മുടെ രാജ്യത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സർക്കാരുകൾ എല്ലാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. അത് യൂണിയൻ ഗവൺമെൻറ് ആകട്ടെ, സംസ്ഥാന സർക്കാരുകളാകട്ടെ, ഇനിയിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളാകട്ടെ, ഇതെല്ലാം സർക്കാരുകളാണ്. ഓരോന്നിനും ഓരോ രീതികളുണ്ട്, പ്രവർത്തിക്കാനുള്ള ഓരോ മെത്തേഡുകളുണ്ട്. സമ്പത്ത് ഉണ്ടാക്കാനും അത് ചെലവഴിക്കാനും ഭരണഘടനാപരമായിട്ടുള്ള അത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്ന നിരവധിയായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണത് ആരാ? ഈ 3 ഗവൺമെൻറ്റുകളാണ്. ഏത് ഗവൺമെൻറ്റുകൾ? ഒന്ന് യൂണിയൻ ഗവൺമെൻറ്, മറ്റൊന്നോ സംസ്ഥാന ഗവൺമെൻറ്റുകൾ, മൂന്നാമത്തേതോ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രാദേശിക ഗവൺമെൻറ്റുകൾ ആണല്ലോ. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്ത്, വിശേഷിച്ച് കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ പ്രചരണമുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ തരികയാണ് എന്നാണ്. അത് പോയി ഇപ്പോൾ കേന്ദ്രമെന്നുമല്ല, നരേന്ദ്രമോദിയുടെ അരി നോക്കൂ. ഇപ്പോൾ അത് ചില സ്ഥലത്തേ ഉള്ളൂ കേട്ടോ, ഇന്ത്യയിൽ മുഴുവൻ ഇല്ല. അത് പോട്ടെ, അത് വേറൊരു വിഷയമാണ്. നരേന്ദ്രമോദിയുടെ ഗ്യാസ്, നരേന്ദ്രമോദിയുടെ 6000, മോദിയുടെ ഗ്യാരണ്ടി, ഇങ്ങനെ എന്തോ മോദി വലിയ ഒരു ഉദാരനായിട്ടുള്ള ഒരു രാജാവ്, ചക്രവർത്തി, അദ്ദേഹം ഇങ്ങനെ വാരിക്കോരി തരുന്നു, നിങ്ങളത് കൊണ്ടുപോയി തിന്നോ എന്ന മട്ടിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനങ്ങളെ ആകെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പ്രചരണം നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു വർഷത്തെ വരവുണ്ടല്ലോ, അത് നരേന്ദ്രമോദി ആണെങ്കിലും ഇനി മൻമോഹൻ സിംഗ് ആണെങ്കിലും നാളെ വേറെ ആര് വന്നാലും ഒരു വർഷത്തെ വരവുണ്ട്, ഒരു വർഷത്തേക്കുള്ള ചെലവുമുണ്ട്. ഇത് രണ്ടും എവിടെയാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ്? ഈ വരവ് ഇന്ത്യയിൽ നിന്നാണ്. മോദി സർക്കാരിന് ഇപ്പോൾ പുതിയ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റിന്റെ ചെലവായി കണക്കാക്കിയിട്ടുള്ളത്, ബഡ്ജറ്റിൽ ചെലവായി കണക്കാക്കിയിട്ടുള്ളത് 47 ലക്ഷം കോടി രൂപയാണ്. അതിലെ നികുതി വരുമാനം ഒരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. അതെവിടെ നിന്നാണ് ഈ നികുതി? കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നല്ലേ, അല്ലാണ്ട് പുറമേ നിന്നുണ്ടോ? ശ്രീലങ്കയിൽ നിന്നുണ്ടോ? ഇല്ല, കേരളത്തിൽ നിന്ന് കൂടിയാണ്. കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ. സ്വാഭാവികമായിട്ടും ചെലവ് ചെയ്യുമ്പോഴോ, റോഡിന് വേണ്ടി യൂണിയൻ സർക്കാർ ഒരു നിശ്ചിത സംഖ്യ മാറ്റിവെക്കുമ്പോൾ അത് കേരളത്തിൽ കിട്ടില്ലേ? കിട്ടണ്ടേ? അല്ലെങ്കിൽ അരി വിതരണത്തിന്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന്, ഭവന നിർമ്മാണത്തിന് ഒക്കെ ഇന്ത്യയിൽ തുക യൂണിയൻ ഗവൺമെന്റ് ചെലവഴിക്കുമ്പോൾ അതെവിടെ ചെലവഴിക്കുക? ശരിയാണ്, പാകിസ്ഥാനിൽ കൊണ്ട് ചെലവ് ചെയ്തുവെങ്കിൽ മോദി കൊടുത്തു എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, പക്ഷെ ഈ തുക കേരളത്തിലും തമിഴ്നാട്ടിലും ഹരിയാനയിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ തന്നെയാണ് ചെലവഴിക്കുക. ഇത് ഇങ്ങനെയാണ് ഇക്കാലം വരെ നടന്നിരുന്നത് എങ്കിൽ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദാരവാനായ ഒരു ചക്രവർത്തിയും അതിന് താഴെയുള്ള സാമന്തന്മാരും എന്ന മട്ടിലേക്ക് ഒരു വലിയ കേന്ദ്രീകരണം യൂണിയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാറിന്റെ വലിയ പ്രവർത്തന രീതികളിൽ ഒന്ന് അധികാര കേന്ദ്രീകരണമാണ് എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് സമാനമായ തരത്തിൽ സാമ്പത്തിക കേന്ദ്രീകരണം നടത്തിയിട്ടുള്ള യൂണിയൻ സർക്കാരിൻ്റെ, വിശേഷിച്ച് നരേന്ദ്രമോദിയുടെ
വലിയ ചില തട്ടിപ്പുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനിരിക്കുന്നത്. അതിലൊന്ന് ഇപ്പോൾ നികുതിയുടെ കാര്യം തന്നെ നോക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നികുതി പിരിക്കുന്നുണ്ട്. ഇപ്പൊ GST വന്നപ്പോൾ അങ്ങനെയാണല്ലോ, മറ്റ് നികുതികളില്ല. അങ്ങനെ നികുതി പിരിക്കുമ്പോഴോ ആ നികുതി പിരിക്കുന്നതിൻ്റെ ഒരു വിഹിതം ഈ സംസ്ഥാനങ്ങൾക്ക് തിരികെ കൊടുക്കണമല്ലോ. അത് ആനുപാതികമായി, അതിന് പല മാനദണ്ഡങ്ങളുമുണ്ട്. 2013 ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, അതിനു മുമ്പ് 14 കൊല്ലം, ആ വർഷം മാത്രമല്ല, നരേന്ദ്രമോദി നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, യൂണിയൻ സർക്കാർ നികുതി വിഹിതം പങ്കുവെക്കുന്നത് ശാസ്ത്രീയമായിട്ടല്ല, ശരിയായിട്ടല്ല, 50% സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ മോദി. 2013 അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, 14 പ്രധാനമന്ത്രിയായി വന്നത്. നമ്മുടെ രാജ്യത്ത് ധനകാര്യ കമ്മീഷൻ എന്നൊരു സംവിധാനമുണ്ട്, ഫിനാൻസ് കമ്മീഷൻ. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. 5 വർഷത്തേക്ക് കാലാവധിയാണ്. സംസ്ഥാന യൂണിയൻ ഗവൺമെന്റുകൾക്കിടയിൽ ഇങ്ങനെ നികുതി പങ്കുവയ്ക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ, അതിന്റെ രീതിശാസ്ത്രം, ഇതൊക്കെ നിർദ്ദേശിക്കുന്നത് ഈ ധനകാര്യ കമ്മീഷനാണ്. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന അവസാന ടൈമിൽ 14ാം ധനകാര്യ കമ്മീഷനാണ് ഉണ്ടായിരുന്നത്. ആ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ YV റെഡ്ഡി ആയിരുന്നു. അദ്ദേഹം RBIയുടെയൊക്കെ ഗവർണർ ആയിരുന്നയാളാണ്. ആ ധനകാര്യ കമ്മീഷനെ നിയമിച്ചത് അന്നത്തെ യൂണിയൻ ഗവൺമെന്റ് ആണ്. അതിലെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ ആ സമയത്തെല്ലാം പറഞ്ഞല്ലോ 50% വിഹിതം സംസ്ഥാനങ്ങൾക്ക്, ഗുജറാത്തിനല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി നൽകണം എന്നായിരുന്നു മോദിയുടെ ആവശ്യം. ഇവര് ഈ കമ്മീഷൻ എന്ത് ചെയ്തു? അവരുടെ നിർദ്ദേശങ്ങളിൽ അവർ 42% വരെ കൊടുക്കാം എന്ന നിർദ്ദേശം വെച്ചു. ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കുള്ള ഒരു പ്രത്യേകത, അത് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചാൽ സർക്കാരിന് ഒന്നുകിൽ അത് തള്ളാം അല്ലെങ്കിൽ കൊള്ളാം, ഇടയിൽ ചില പരിപാടികൾ പറ്റില്ല. അപ്പൊ ഇവരുടെ നിർദ്ദേശം 42% എന്നായിരുന്നു. ഈ സമയത്താണ് 2014 ജനറൽ ഇലക്ഷൻ വരുന്നത്. UPA ഗവൺമെന്റ് മാറി NDA ഗവൺമെന്റ് വരുന്നത്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യണം? ചുരുങ്ങിയത് 50% കൊടുക്കണമെന്ന് പറഞ്ഞയാളാണ്. 42 കൊടുക്കാം എന്ന് ഫിനാൻസ് കമ്മീഷൻ പറയുകയും ചെയ്തു. ആ 42 കൊടുക്കണ്ടേ? ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ നിങ്ങൾക്ക്? അദ്ദേഹം YV റെഡ്ഡിയെ വിളിച്ചു വരുത്തി 42% നികുതി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് എന്ന ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശം തിരുത്തി എഴുതാൻ വേണ്ടി പറഞ്ഞു. YV റെഡ്ഡി സമ്മതിച്ചില്ല, അത് കൊടുക്കണമെന്ന് തന്നെ പറഞ്ഞു. അതിൽ മോദി ക്ഷുഭിതനായി. ഇതിപ്പോ എങ്ങനെയാണ് പുറത്തറിഞ്ഞതെന്നറിയാം? അദ്ദേഹത്തിന് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. 42% 2014 കൊടുക്കേണ്ടതായി വന്നു. ഇതെങ്ങനെയാണ് പുറത്തറിഞ്ഞത്? ഇപ്പൊ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് BVR സുബ്രഹ്മണ്യൻ എന്ന നീതി ആയോഗിന്റെ മുൻ CEO, അദ്ദേഹം ഒരു സെമിനാറിൽ, ഡൽഹിയിൽ ഒരു സെമിനാറിൽ ചർച്ചയ്ക്കിടെ ഈ കാര്യം പറഞ്ഞു. ഒരു സംഘടനയുടെ സെമിനാർ ആയിരുന്നു. സെന്റർ ഫോർ സോഷ്യൽ എക്കണോമിക് പ്രോഗ്രസ് എന്ന സംഘടന ഡൽഹിയിൽ നടത്തിയിട്ടുള്ള ഒരു സെമിനാറിലാണ് BVR സുബ്രഹ്മണ്യം പറഞ്ഞത്, അന്ന് 2014 മോദിയും YV റെഡ്ഡിയും തമ്മിൽ ഈ ചർച്ച നടത്തുമ്പോൾ ഞാനായിരുന്നു ഇടനിലക്കാരൻ. ഇങ്ങനെ മോദി ആവശ്യപ്പെട്ടു, പക്ഷെ റെഡ്ഡി വഴങ്ങിയില്ല. റെഡ്ഡി പിന്നീട് സുബ്രഹ്മണ്യത്തോട് പറഞ്ഞു പോലും, ബ്രദർ, ബോസിന്റെ ഈ മോഹം നടക്കില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞേക്കും. അദ്ദേഹം ഒട്ടും വഴങ്ങിയില്ല. സർക്കാരിന് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല, 42% കൊടുക്കേണ്ടതായി വന്നു. അന്ന് പാർലമെന്റിലെ ബഡ്ജറ്റ് ചർച്ചയിൽ മോദി നടത്തിയിട്ടുള്ള ഒരു പരാമർശം വലിയ തമാശ ഉണ്ടാക്കുന്നതാണ്. 42 കൊടുക്കേണ്ടി വന്നല്ലോ. കൊടുക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം പിന്നെ അതിൻ്റെ ആള് മൂപ്പരായിട്ട് മാറി. അങ്ങനെയാണ്. എട്ടുകാലി മമ്മൂഞ്ഞനെ പോലെ ഞാനിതാ 50 പറഞ്ഞ് നടന്നിരുന്ന ആളാണ് ഇപ്പൊ 42 വരെ തന്നിരിക്കുന്നു എന്ന ബഡായി പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇത്രയും പണം സൂക്ഷിച്ചു വെക്കാൻ സംസ്ഥാന സർക്കാരുകളുടെ ട്രഷറിക്ക് വലുപ്പമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എന്തൊരു കോമഡിയാണ്, എന്തൊരു വിഡ്ഢിയാണ് ഈ മനുഷ്യൻ. ഇത്രയും ജാസ്തി അദ്ദേഹം വിചാരിച്ചിട്ടുള്ളത് ഈ നോട്ടിങ്ങനെ അടുക്കടുക്കായിട്ട് കെട്ടുകെട്ടായിട്ട് ഒരു മുറിയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്, അതാണ് സംസ്ഥാന സർക്കാരുകളുടെ ട്രഷറി എന്ന് 2014 പോലും കരുതിയിരുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിച്ചതാണ്. അതിൻ്റെയൊക്കെ താനാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട്.
പക്ഷെ ഈ കാര്യം അദ്ദേഹത്തെ ക്ഷുഭിതനാക്കി. ഇത് കൊടുക്കേണ്ടി വന്നല്ലോ. ഇവരെന്ത് ചെയ്തിരുന്നു? യൂണിയൻ സർക്കാരിന് കൂടുതൽ പണം നികുതി വരുമാനത്തിൽ നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ റെഡ്ഡി വഴങ്ങുമെന്നാണല്ലോ കരുതിയത്. ഒരുപാട് ജനപ്രിയ പദ്ധതികൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതിനൊന്നും ഫണ്ടുണ്ടായില്ല. കാരണം പൈസ താഴേക്ക് കുറെ കൊടുക്കേണ്ടി വന്നല്ലോ. അതെല്ലാം വെട്ടിക്കുറക്കേണ്ടി വന്നു. അതിൻ്റെ കലിപ്പ് തീർക്കാൻ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? നികുതികൾ കൂട്ടുന്നതിന് പകരം സർചാർജുകൾ, അഡീഷണൽ ടാക്സുകൾ വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ചാലുള്ള ഒരു കാര്യം എന്താണ്? അഡീഷണൽ നികുതികൾക്ക്, ടാക്സുകൾക്ക്, സർചാർജുകൾക്ക് അവ സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ല. അപ്പൊ അത് വീണ്ടും യൂണിയൻ സർക്കാരിലേക്ക് കേന്ദ്രീകരിച്ചു. അങ്ങനെ ഫലത്തിൽ 42% എന്ന് ഫിനാൻസ് കമ്മീഷൻ നിർദ്ദേശം വെച്ചെങ്കിലും തൻ്റെ പ്രധാനമന്ത്രി പദത്തിൻ്റെ ആദ്യ വർഷം മുതൽ അത് 40% താഴെയും 35% താഴെയുമായി നിലനിർത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചു പോന്നു. ഇന്നിപ്പോൾ നോക്കൂ, ഒരു കണക്കുണ്ട്. 2014 മോദി പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരുമ്പോൾ സർചാർജുകളായി ഉണ്ടായിരുന്നത് 5.9%. ഇപ്പോൾ 23-24 അത് 10.8% വർദ്ധിച്ചു. എന്ന് വെച്ചാൽ ഈ വർദ്ധിച്ച സർചാർജുകൾക്ക് അതിൽ നിന്നുള്ള പണം ആനുപാതികമായി സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ല. ഇതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, പിന്നീടുള്ള ധനകാര്യ കമ്മീഷനെ, 15ാം ധനകാര്യ കമ്മീഷനെ YV റെഡ്ഡി മാറിയപ്പോൾ അത് നിയമിച്ചത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? മുൻ ധനകാര്യ കമ്മീഷൻ 42% നൽകണമെന്ന് തീരുമാനിച്ച നികുതി വിഹിതം കുറയ്ക്കണം എന്ന് താൻ നിയോഗിച്ച ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഒരു യൂണിയൻ സർക്കാരും ധനകാര്യ കമ്മീഷനോട് ഈ വിധം ഒരാവശ്യം ഉന്നയിച്ചിട്ടില്ല. ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല. കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയ്ക്ക് തെക്കേ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾക്ക് നികുതി ഇനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകളുടെ ഒരു കണക്ക് ഞാനിവിടെ പറയാം. ഇത് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലുള്ളതാണ്. 5 വർഷം മുൻപ് 18.62% ഉണ്ടായിരുന്ന നികുതി വിഹിതം 15.8% കുറഞ്ഞു. VD സതീശന് യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ കെ സുധാകരന്, കേരളത്തിലെ കോൺഗ്രസിന്, UDFന്, BJPക്ക് ഒരു പ്രശ്നവുമില്ല. ഇത് LDFകാരുടെ പണമൊന്നും അല്ല പോയത്, മലയാളിയുടെ പണമാണ്. മലയാളിയുടെ മാത്രമല്ല കേട്ടോ, തമിഴ്നാടിൻ്റെ, കർണാടകയുടെ, മഹാരാഷ്ട്ര, ആന്ധ്രയുടെ ഒക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരവിടെ സമരം ചെയ്യുന്നത്. കേരളത്തിന്റെ സമരത്തോട് അവർ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത്. ഈ വിഹിതം നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഇവിടെ പെൻഷൻ മുടങ്ങില്ല എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എങ്ങനെയാ പെൻഷൻ മുടങ്ങുക? ഒരു കണക്ക് കൂടി നോക്കാം കേട്ടോ. സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക വരവ് എങ്ങനെയാണ്? ഒന്ന്, നമ്മളുടെ തനത് വരുമാനം, നമ്മുടെ നികുതി, സംസ്ഥാനങ്ങളുടെ, അത് ആര് ഭരിച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഈ നികുതി വിഹിതവും ഗ്രാന്റുകളും ഒക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ യൂണിയൻ സർക്കാരിൻ്റെ വിഹിതവും ഗ്രാന്റുകളും ഒക്കെയായി ആകെ വരവിൻ്റെ ഒരു 50-55% നിൽക്കുമായിരുന്നു. നമ്മുടെ തനത് വരുമാനം 45-50%, അങ്ങനെയാണ്, ഏകദേശം ഒരു പകുതി. എന്നാൽ ഇപ്പോഴോ കേരളത്തിൻ്റെ തനത് വരുമാനം 75%, കേന്ദ്ര നികുതി വിഹിതവും ഗ്രാന്റുകളും 25%-മായി കുറച്ചു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ കണക്കുകൾ വെച്ച് പരിശോധിച്ച് നോക്കൂ. ശരാശരി 45% എല്ലാ സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞ 3 വർഷം കിട്ടിയപ്പോൾ കേരളത്തിന് അത് 25%. ഇനി നടപ്പ് സാമ്പത്തിക വർഷത്തിലോ ഡിസംബർ വരെയുള്ള കാലയളവ് പരിഗണിച്ചാൽ 17.5% മാത്രമാണ് നമ്മുടെ ആകെ വരവിലെ കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത്. അതൊരു 25 ആക്കിയാൽ, 25 ഉള്ളൂ, അത് പോരാ, 45 വേണം. അത് നേരത്തെ ഉണ്ടായിരുന്നു. ഇതാണ് നാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 25 ആക്കി, ആ 25 തന്നിട്ടില്ല. സ്വാഭാവികമായും പെൻഷൻ മുടങ്ങാനുള്ള കാരണം അതാണ്. അപ്പോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളിങ്ങനെ കേന്ദ്രത്തോട് ചോദിക്കുക. നോക്കൂ, നമ്മൾ പാകിസ്ഥാന്റെ ഗവൺമെന്റിനോട് പോയി ചോദിക്കുന്നുണ്ടോ?
അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള മറ്റേതെങ്കിലും ഒരു ചൈനയിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ ഗവൺമെന്റിനോട് പോയി ചോദിക്കുന്നുണ്ടോ? ഇല്ല. നാം ചോദിക്കേണ്ട തന്നെ കാര്യമില്ല. ഇതെല്ലാം ഭരണഘടനാപരമായ വ്യവസ്ഥകളാണ്. കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്, യൂണിയൻ സർക്കാരിനെ പോലെ തന്നെ. അതുകൊണ്ട് കേരളം ഇന്ത്യയിലൊരു ഭാഗമാണ് എന്ന് കണക്കാക്കി കേരളത്തിന് അർഹമായ വിഹിതം നൽകണ്ടേ? ഈ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം പറയണ്ടേ? BJP പറയണ്ടേ? മാധ്യമങ്ങൾ പറയണ്ടേ? അതിനു പകരം അവർ അധികാരത്തോടൊപ്പം സമ്പത്തിനെയും കേന്ദ്രീകരിക്കുന്ന യൂണിയൻ സർക്കാരിന് കുഴലൂതുകയാണ്. ഇങ്ങനെ കേന്ദ്രീകരിച്ച സമ്പത്ത് കൊണ്ട് എന്താണ് യൂണിയൻ ഗവൺമെന്റ് ചെയ്യുന്നത്? അവർക്ക് തോന്നണപടി ചെയ്യാം. നമ്മുടെ രാജ്യത്താകെ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന സർവീസുകൾ, വികസന പദ്ധതികൾ, പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിയാൽ അതിന് ചെലവഴിക്കുന്ന തുകയുടെ 60% ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. പക്ഷേ നികുതി വരുമാനത്തിന്റെ 60% യൂണിയൻ സർക്കാരിനാണ് പോകുന്നത്. ഇതാണ് പ്രശ്നം. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അധികമായി സമാഹരിച്ച പണം കൊണ്ട് ഇവരെന്താ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ മോദിയുടെ ഗ്യാസ്, മോദിയുടെ വെള്ളം, മോദിയുടെ അരി, മോദിയുടെ 6000 തുടങ്ങി തങ്ങൾക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ, എല്ലാത്തിലും നരേന്ദ്രമോദിയുടെ ചാപ്പ കുത്താൻ. ഇപ്പൊ ലൈഫ് പദ്ധതിയുടെ കാര്യം നോക്കൂ. കേരളത്തിലെ ഭവന പദ്ധതിക്ക് യൂണിയൻ സർക്കാരിന്റെ വിഹിതം 12.17%. പക്ഷേ മോദിയുടെ പേര് വെക്കണമെന്നാണ്. റേഷൻ കടയുടെ മുമ്പിൽ മോദിയുടെ ചിത്രമുള്ള സെൽഫി പോയിന്റ് വെക്കണമെന്നാണ്. ഈ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ഇനി പണം നൽകില്ല എന്നാണ്. അവർക്കാവശ്യമുള്ള തരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ സജ്ജമാക്കുമാണ്. അത് ചിലപ്പോൾ നമുക്ക് പ്രായോഗികമാവില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. യൂണിയൻ ഗവൺമെന്റ് ശൗചാലയം നിർമ്മിക്കാനുള്ള, അങ്ങനെയല്ലോ പറയാ, കക്കൂസാണ് കേട്ടോ മലയാളത്തിൽ, അതിനുള്ള ഒരു പദ്ധതി വെക്കാന്ന് വെക്കാം. അവർ പറയുന്നു ഞങ്ങൾ 10,000 കോടി വെക്കാം, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്, നിങ്ങളും സംസ്ഥാന ഗവൺമെന്റും 10,000 കോടി വെക്കണം. അപ്പൊ 20,000 കോടിക്ക് കേരളത്തിൽ കക്കൂസുകൾ ഉണ്ടാക്കാം. കേരളത്തിന് അത്രയും കക്കൂസുകളുടെ ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ആ ലെവലെല്ലാം വിട്ടെന്നേ. സ്വാഭാവികമായും കേരളം 10,000 കോടി വെക്കില്ല. പക്ഷെ ഉത്തർപ്രദേശ് 10,000 കോടി വെക്കാണ്ടാവും, രാജസ്ഥാൻ വെക്കാണ്ടാവും, ബീഹാർ വെക്കാണ്ടാവും. അപ്പൊ ഇവിടെ മുരളീധരൻ വന്നിട്ട് എന്ത് പറയും? കേന്ദ്ര പദ്ധതി കേരളം പാഴാക്കി. ഏഷ്യാനെറ്റിൽ വലിയ ബ്രേക്കിംഗ് വരും. കേരളത്തിന് ആവശ്യമില്ല ആ പദ്ധതി. അതിനു പകരം ഇവിടെ ചിലപ്പോൾ കുറച്ച് കക്കൂസുകളുടെ ആവശ്യം ഉണ്ടാവും. യൂണിയൻ ഗവൺമെന്റ് 1,000 കോടിയോ 2,000 കോടിയോ ചെലവഴിച്ചാൽ അത് തീരുമായിരിക്കും. അതിനു പകരം ഓരോ കൊളുത്ത് വെക്കുക ചെയ്യുക. ആ നിബന്ധനകൾ പാലിക്കണം എന്ന് പറയുമ്പോൾ വികസനത്തിന്റെ മറ്റൊരു തലത്തിലെത്തിയിട്ടുള്ള കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് അത് പാലിക്കുക ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ നേട്ടം നമുക്ക് പാരയായിട്ട് വരുന്ന ഒരവസ്ഥ. ഈ കാര്യങ്ങൾ പറയാൻ കേരളത്തിൽ ഒരു പ്രതിപക്ഷം ഇല്ല എന്നതാണ് വസ്തുത. കേരളത്തിലെ പ്രതിപക്ഷം LDFന്റെ പ്രതിപക്ഷമാണ് യഥാർത്ഥത്തിൽ, അങ്ങനെ നമ്മളൊക്കെ കരുതുക. പക്ഷേ കേരളത്തെ യൂണിയൻ സർക്കാർ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് കർണാടകയിലെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് തോന്നി, ശ്രീ മല്ലികാർജുൻ ഖാർഗെക്ക് തോന്നി, AICCയുടെ പ്രസിഡന്റിന്. പക്ഷേ KPCCയുടെ പ്രസിഡന്റിന് തോന്നിയിട്ടില്ല. അതിന്റെ കാരണം അവരിപ്പോ LDFന്റെ പ്രതിപക്ഷമല്ല, മറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷമാണ് എന്നാണ്. കേരളത്തിന്റെ ഈ തരം പല പ്രതിപക്ഷങ്ങളെ, നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളെ, ഈ വലത് രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ എല്ലാം മറികടന്നു വേണം നാം നേടിയെടുത്ത നമ്മുടെ നേട്ടങ്ങൾ നിലനിർത്താൻ എന്ന് നല്ല കോൺഗ്രസ് അനുഭാവികൾ, നല്ല BJP അനുഭാവികൾ മനസ്സിലാക്കണം. പറഞ്ഞല്ലോ, ഇത് LDFകാരുടെ പ്രശ്നമല്ല. നമ്മുടെ ഫെഡറലിസം സംരക്ഷിക്കാൻ ഈ നാട്ടിലെ ഓരോ മനുഷ്യനും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന വളരെ വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്.